നമസ്കാരം. 1946 മുതൽ 1962 വരെ പഞ്ചാബിൽ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു ഇന്നത്തെ ഹരിയാന. ഈ കാലയളവിൽ കോൺഗ്രസ് ആയിരുന്നു സംസ്ഥാനം ഭരിച്ചിരുന്നത്. പിന്നീട് ഹരിയാന സംസ്ഥാനം രൂപീകരിച്ചതിന് പിന്നാലെ 1967 48 സീറ്റുകളിൽ വിജയിച്ച് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. 12 സീറ്റുകളോടെ അഖില ഭാരത ജനസംഘായിരുന്നു രണ്ടാമത്. 1967 മുതൽ ഹരിയാന ഭരിച്ചിരുന്ന കോൺഗ്രസിന് 1977 ആദ്യമായി ഭരണം നഷ്ടമാകുന്നത്. കോൺഗ്രസ് വിട്ട് ജനതാ പാർട്ടി രൂപീകരിച്ച ചൗധരി ദേവിലാലിൻ്റെ പാർട്ടിയാണ് 75ഓളം സീറ്റുകളിൽ വിജയിച്ച് 1977 ഭരണത്തിലെത്തിയത്. ഇതായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിലെ വഴിത്തിരിവ്. കോൺഗ്രസ് ആധിപത്യം പുലർത്തിയിരുന്ന സംസ്ഥാനത്ത് ആദ്യമായി ഭരണമാറ്റം വന്നു. 1960 കാലഘട്ടത്തിൽ കോൺഗ്രസിലെ ജനനായകൻ എന്നറിയപ്പെടുന്ന കർഷകരെ പിന്തുണയ്ക്കുന്ന നേതാവായിരുന്നു ചൗധരി ദേവിലാൽ. ഹരിയാന ഒരു പ്രത്യേക സംസ്ഥാനമായി രൂപീകരിക്കണമെന്ന് ദേവിലാൽ അന്നു മുതൽ വാദിച്ചിരുന്നു. ഇതിനു പിന്നാലെ 1966 ഹരിയാന സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. കോൺഗ്രസിൽ അടിയുറച്ചു നിന്നിരുന്ന ദേവിലാൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെ കോൺഗ്രസ് വിടുകയും ജനതാ പാർട്ടി രൂപീകരിക്കുകയും കോൺഗ്രസിനെ തോൽപ്പിച്ച് ഹരിയാനയിൽ ഭരണം പിടിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ദേവിലാൽ VP സിംഗിനു ശേഷം വന്ന ചന്ദ്രശേഖരൻ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോനെപട്ടിൽ നിന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായിരുന്നു. ഇന്ത്യയുടെ 6ാമത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ദേവിലാൽ. 1977 ശേഷം 1982 വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവിലാലിൻ്റെ പാർട്ടി ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമാകുകയും ഭജൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ജനതാ പാർട്ടിയുടെ പ്രാധാന്യം ഇല്ലാതായെന്ന് തിരിച്ചറിഞ്ഞ ദേവിലാൽ 1982 ലോക്ദൾ രൂപീകരിച്ചു. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യം ചേർന്നാണ് ലോക്ദൾ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതിരുന്നതിനാൽ BJP പിന്തുണച്ചിട്ടും ദേവിലാൽ മുഖ്യമന്ത്രി സ്ഥാനം നിരസിച്ചു. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 90 സീറ്റിൽ 85 സീറ്റും നേടി ദേവിലാൽ അധികാരം പിടിച്ചു. 1989 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ സിക്കറിൽ നിന്നും ഹരിയാനയിലെ റോത്തക്കിൽ നിന്നും മത്സരിച്ച ദേവിലാലിന് 2 മണ്ഡലത്തിൽ നിന്നും ജയിക്കാൻ കഴിഞ്ഞു. 1989 ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം മകൻ ഓം പ്രകാശിന് കൈമാറി. സംസ്ഥാന രാഷ്ട്രീയം വിട്ട് കേന്ദ്രത്തിലെ VP സിംഗ് മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയായി ദേവിലാൽ സ്ഥാനമേറ്റു. 1989 മുതൽ ഓം പ്രകാശ് ആയിരുന്നു ലോക്ദൾ നിയന്ത്രിച്ചിരുന്നത്. 1991 ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ദേവിലാൽ 1 വർഷം നീണ്ട യാത്ര സംഘടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ പാർട്ടിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി ദേവിലാൽ 1998 ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്ന പാർട്ടി രൂപീകരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയും ആധുനിക ഹരിയാനയുടെ ശില്പിയുമായിരുന്ന ബൻസിലാൽ 1996 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി വേർപിരിഞ്ഞതാണ് ഹരിയാന രാഷ്ട്രീയത്തിലെ സുപ്രധാന വഴിത്തിരിവായി മാറിയത്. കോൺഗ്രസ് വിട്ട ബൻസിലാൽ ഹരിയാന വികാസ് പാർട്ടി രൂപീകരിച്ചു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഹരിയാന വികാസ് പാർട്ടി മാറി. 11 സീറ്റുള്ള BJPയുടെ പിന്തുണയോടെ ഹരിയാന വികാസ് പാർട്ടി നേതാവ് ബൻസിലാലിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. എന്നാൽ 2004 ഹരിയാന വികാസ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ തിരിച്ചെത്തി. 2000 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവിലാലിൻ്റെ മകനും ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാവുമായിരുന്ന ഓം പ്രകാശിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. ദേവിലാലിൻ്റെ പിൻഗാമിയായിട്ടാണ് ഓം പ്രകാശ് ഹരിയാന മുഖ്യമന്ത്രിയായി എത്തിയത്. 47 സീറ്റുകളോടെ കേവല ഭൂരിപക്ഷം മറികടന്ന് ഒറ്റയ്ക്കാണ് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ഹരിയാനയിൽ അധികാരത്തിലെത്തിയത്. ഇതിനുശേഷം 2019 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ ലോക്ദളിന് കേവല ഭൂരിപക്ഷം മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നത് പാർട്ടിയിൽ കർഷകർക്കുൾപ്പെടെ വിശ്വാസം നഷ്ടമായത് മൂലമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2005 2009 കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോഴും 2014 BJP ആദ്യമായി ഹരിയാനയിൽ ഭരണം പിടിച്ചപ്പോഴും ഓം പ്രകാശിന്റെ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ പ്രതിപക്ഷത്തായിരുന്നു. ഇതിനുശേഷം ഇതുവരെ ഭരണത്തിലെത്താനോ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റാനോ ഓം പ്രകാശിന്റെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല.